നമസ്കാരം. BJP സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു ശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് സ്വന്തമായി പാർട്ടിക്ക് മുന്നണിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ള ആഘോഷത്തിലാണ് പാർട്ടി നേതൃത്വം. അദ്ദേഹത്തിൻ്റെ വോട്ട് ശതമാനത്തിലെ കുറവൊന്നും അവരെ ബാധിച്ചിട്ടില്ല. ഈ 3 സീറ്റ് നേടി എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്ത് UDF അതിൻ്റേതായ ഭരണപരമായ കാര്യങ്ങളിലും വിവാദങ്ങളിലും ചർച്ചകളിലും ഒക്കെ മുഴുകി. LDF ആണെങ്കിൽ അവരുടേതായ ആഭ്യന്തര കുഴപ്പങ്ങൾ പല രീതിയിൽ പുറത്തേക്ക് വരുന്നു. ഏറ്റവും കൂടുതൽ വിഴിഞ്ഞത്തെ പരസ്പര വൈരുദ്ധ്യങ്ങൾ വരുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ് BJP. അവർ 3 MLA-മാരെയും വെച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലും അവർ ആഭ്യന്തരമായി അസാധാരണമായൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. അത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പം നടക്കുകയാണ്. കുഴൽപ്പണ വിവാദം കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലം മുഴുവൻ BJP-യെ കുഴപ്പത്തിലാക്കി. BJP മാത്രമല്ല, അന്ന് ഭരിക്കുന്ന CPM-നെ LDF-നെയും വരെ കുഴപ്പത്തിലാക്കി. കാരണം പ്രതിപക്ഷം അതിനെ കേസെടുക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങളിലേക്ക്, അന്തർധാര വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ തിരിച്ച് മറ്റൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കൊടി ഫണ്ട് ഇതുവരെ കൊടിയും പതാകയും പാർട്ടിയുടെ കൊടി വരെ അഴിമതിയിലേക്കാക്കിയ ഒരു പ്രത്യേകമായ അധ്യായം BJP-യിൽ തുറന്നിരിക്കുകയാണ്. അത് പാർട്ടി അണികളിൽ രോഷവും പ്രതിഷേധവും ഒക്കെ ഉയർത്തുന്നുണ്ട്. അതേസമയം അതിനുമേൽ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമായ ചില കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചു. അത് നാട്ടുകാരറിഞ്ഞു. അതോടുകൂടി അടുത്ത ഘട്ടം നോക്കുകയാണ്. 2 പ്രതിസന്ധികളാണ്. ഒന്ന്, ഈ കുഴൽപ്പണം പോലെ തന്നെ BJP കുഴപ്പത്തിലാക്കുന്ന ഒരു ഫണ്ട് തിരിമറി വിവാദം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആരോപണം. രണ്ടാമത്തേത്, ഈ കാര്യത്തിൽ കഴിഞ്ഞ കുഴൽപ്പണക്കാലത്ത് പ്രത്യക്ഷത്തിൽ തന്നെ അതിൽ ഒരു ക്രൈം പ്രത്യക്ഷത്തിൽ തന്നെ വന്നു. അതിനപ്പുറത്തത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കും വിധത്തിലുള്ള ഒരു കേസിലേക്ക് പോയി. ഇത്തവണ പ്രത്യക്ഷത്തിൽ ആ ക്രൈം അത്തരത്തിലുള്ളതല്ല, പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ പോലും അതിൻ്റെ തുടർച്ചയായി ഒരു കേസിനുള്ള സാധ്യത ഉണ്ട്. പണമാണല്ലോ, പണം തിരിമറിയാണല്ലോ. അപ്പോൾ അത് BD സതീശൻ സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരല്ല. ഈ സാഹചര്യത്തിൽ കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ സാവകാശമുണ്ട് എന്ന് BJP കരുതുമ്പോൾ തന്നെ ഭാവിയിൽ ആരെങ്കിലും മറ്റു രീതിയിൽ സമീപിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ അങ്ങോട്ടൊരു കേസുമായി അസാധാരണമായൊരു നീക്കം രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. മൂന്നാമതായി, ഈ BJP ഈ മട്ടിൽ എവിടെയാണ് എത്തുക, ഇതിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട നിഗമനങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് നിലവിലെ സാഹചര്യം പരിശോധിക്കാം. 2 വാർത്തകളെ ഞാൻ ആശ്രയിക്കുന്നുണ്ട്. ഒന്ന്, മാതൃഭൂമി ഇന്ന് അവരുടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വാർത്ത, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിലെ പ്രധാന പോയിന്റുകൾ. രതീഷ് രവി എഴുതിയ വാർത്തയിൽ ഫണ്ട് വിവാദം പകച്ച് BJP സംസ്ഥാന നേതൃത്വം കൊടി വിതരണം ചെയ്ത ഉത്തരേന്ത്യൻ കമ്പനി പാർട്ടി നേതാക്കളുടേതാണ് എന്നാണ്. അതായത് കൊടി വിതരണമാണ് പ്രധാന വിവാദം. അതിലാണ് തട്ടിപ്പ് നടത്തുന്നതായി ആരോപിക്കപ്പെടുന്നത്. അത് പാർട്ടി നേതാക്കളുടെ തന്നെ കമ്പനിയാണ്, ഉത്തരേന്ത്യൻ കമ്പനി എന്നാണ്. കൊടകര കുഴൽപ്പണ കേസിൻ്റെ നാണക്കേടിൽ നിന്ന് കരകയറും മുമ്പ് വീണ്ടും ഉയർന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി ആരോപണത്തിൽ പകച്ച് BJP സംസ്ഥാന നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് നേരെയാണ് ആരോപണം ഉയർന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊടി, തൊപ്പി, ഷാളുകൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങിയതിൽ വൻ തുക കമ്മീഷൻ വാങ്ങിയെന്നാണ് പരാതി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പഴയൊരു BJP NDA സർക്കാരിൻ്റെ കാലത്ത് പട്ടാളത്തിൽ ഷൂ ലേസ് വാങ്ങിയത് വരെ അഴിമതിയിലേക്ക്, ശവപ്പെട്ടി, ഷൂ ലേസ് കുംഭകോണങ്ങളുടെയൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൊടി, തൊപ്പി, ഷോളുകൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങിയതിലാണ് വൻ തുക കമ്മീഷൻ വാങ്ങിയതായി ആരോപണം. ഇതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 3 നേതാക്കളെ ചുമതലയിൽ നിന്ന് നീക്കിയെന്ന് കാണിച്ച് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിലുള്ള സർക്കുലർ പ്രചരിച്ചു. ഇത് നിഷേധിച്ച് രാജീവ് കുറിപ്പിറക്കിയെങ്കിലും പാർട്ടിക്കുള്ളിൽ ഫണ്ട് വിവാദം പുകയുകയാണ്. ഹെലികോപ്റ്റർ, വാഹന വാടക ഇനങ്ങളിലും ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണം ഉയർന്നു. സംസ്ഥാന ട്രഷററും സെക്രട്ടറിയും തമ്മിൽ ഓഫീസിൽ വെച്ച് വാക്കേറ്റമുണ്ടായി പറയുന്നു. ആരോപണ വിധേയയുടെ അക്കൗണ്ട് വിവരങ്ങളടക്കം ശേഖരിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ആരോപണ വിധേയയാണ് എന്ന് മാതൃഭൂമി പറയുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി. എന്നാൽ സംസ്ഥാന സെക്രട്ടറി വിശദീകരണ കുറിപ്പോടെ തൽക്കാലം നടപടി വേണ്ടെന്ന നിലപാടിലായിരുന്നു നേതൃത്വം. ഇതിനിടെയാണ് പുറത്താക്കൽ വാർത്ത ഒരു സർക്കുലർ പ്രചരിപ്പിച്ചത്. കൊടകര വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊട്ടേഷൻ വിളിച്ചാണ് ഇത്തവണ ഇടപാടുകൾ നടത്തിയിരുന്നത്. എന്നിട്ടും തട്ടിപ്പ് നടന്നു എന്ന് നേതൃത്വത്തെ മുൾമുനയിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഓഫീസ് സെക്രട്ടറി എന്നിവരാണ് കരാറുകൾ ഉറപ്പിച്ചത്. കേരള നേതൃത്വം 1.75 കോടിക്ക് പ്രചരണ സാമഗ്രികൾ വാങ്ങാൻ നൽകിയ കരാറിലാണ് കമ്മീഷൻ ആരോപണം ഉയർന്നത്. ഇതുപ്രകാരം കൊടികൾ നൽകിയ ഉത്തരേന്ത്യൻ സ്ഥാപനം തിരുവനന്തപുരം ജില്ലയിലെ ചില ജില്ലാ നേതാക്കന്മാരുടേതാണെന്ന് വെളിവായതോടെ തട്ടിപ്പിൻ്റെ വ്യാപ്തി വലുതായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ്
പേയ്മെൻറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ഇവർ മറ്റ് കൊട്ടേഷനുകൾ കണ്ടതിന് ശേഷം കുറഞ്ഞ തുക കോട്ട് ചെയ്യുകയായിരുന്നു അത്രേ. ഈ കരാർ ഉറപ്പിച്ച സമയത്ത് തന്നെ കേരളത്തിൻ്റെ ചുമതല വഹിച്ച ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം 2 കോടിയുടെ കൊടികളും മറ്റും തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇനി കൊടികൾ ആവശ്യമില്ലെന്ന്, തുക കൂടുതലാണ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പണം ആദ്യം നൽകിയില്ല. പ്രമുഖ നേതാവ് ഇടപെട്ടതോടെ തുക കൈമാറി. ഈ കൊടികളും മറ്റും ഉപയോഗിക്കാതെ പലയിടങ്ങളിലായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന്മേൽ നടപടി സ്വീകരിച്ചു എന്നുള്ള സർക്കുലറൊക്കെ പുറത്ത് പ്രചരിക്കുന്നത് നിഷേധിക്കുമ്പോൾ തന്നെ പാർട്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ് എന്നിവരടങ്ങുന്ന കമ്മീഷനെയാണ് നിയോഗിച്ചത്. ആരോപണ വിധേയരുടെയും പരാതിയുള്ളവരുടെയും ഭാഗത്തുനിന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം, അതായത് കുഴൽപ്പണ കേസ് നമുക്കറിയാം, BJP വലിയ കുഴപ്പത്തിലാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ടൊന്നും ബാധിച്ചിട്ടില്ല, ആളുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും ഇല്ലെങ്കിൽ വോട്ടൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ, ആ മട്ടിൽ അവരെ തിരഞ്ഞെടുക്കില്ലല്ലോ. അത് BJPക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ടാവും. എന്തായാലും കൊടിയും ഷാളും തൊപ്പിയും വാങ്ങിയ ഈ ക്രമക്കേട് ആരോപണത്തിൽ മറ്റ് രീതിയിൽ ഈ കംപ്ലയിൻറ്റ് പുറത്തു പോവുകയും പൊതു താല്പര്യമായി വരികയും വല്ല കേസുമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാവും. അത് രാജീവ് ചന്ദ്രശേഖറിന് മാത്രമല്ല, VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിസന്ധിയാവും. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു BJPയുടെ കോർപ്പറേഷൻ കൗൺസിലർക്കെതിരായി കാപ്പ കുറ്റം ചുമത്തിയതിന് ശേഷം പാർട്ടിക്കുള്ളിൽ തന്നെ UDFിൽ തന്നെ കോൺഗ്രസിൽ തന്നെ വലിയ വിഭാഗീയതയുണ്ട്. K മുരളീധരൻ BJP നേതാവിൻ്റെ അറസ്റ്റിനെതിരാണ്. എന്നാൽ ചെന്നിത്തലയും ആഭ്യന്തര വകുപ്പും കടുത്ത നടപടിയില്ല. അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഈ കേസ് വരുമ്പോൾ ഇനി എങ്ങനെയാണ് UDF അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യം അപ്പുറത്തുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ മറ്റൊരു കൗണ്ടർ നീക്കം നടത്തുന്നുണ്ട്. അതായത് ഈ പ്രചരണങ്ങൾക്ക് എതിരായി, പാർട്ടിക്കെതിരായ നീക്കം എന്ന മട്ടിൽ പുതിയൊരു പരാതി പോലീസിൽ നൽകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ഇന്ന് മാതൃഭൂമി അത് സംബന്ധിച്ച ഒരു വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: BJP നേതൃത്വം പരാതിയുമായി പോലീസിൽ എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടിനെ ചൊല്ലി വിവാദം മുറുകുന്നതിനിടെ പരാതിയുമായി നേതൃത്വം പോലീസിലേക്ക്. സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിലുള്ള വ്യാജ ലെറ്റർ പാഡിൽ 3 നേതാക്കളെ പുറത്താക്കിയതായി ഇറങ്ങിയ സർക്കുലറിനെ പറ്റി അന്വേഷണം ആവശ്യപ്പെട്ട് നേതൃത്വം DGPക്ക് പരാതി നൽകി. സംസ്ഥാന സെക്രട്ടറിയായ വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗം, മേഖലാ സെക്രട്ടറി എന്നിവരെ പാർട്ടിയുടെ എല്ലാവിധ സംഘടനാ ചുമതലയിൽ നിന്നും പുറത്താക്കി എന്നാണ് 7 പുറത്തിറക്കിയ സർക്കുലർ പറഞ്ഞിരുന്നത്. ഇതോടെ സർക്കുലർ വ്യാജമാണെന്ന് നേതൃത്വം പത്രക്കുറിപ്പിറക്കി. സർക്കുലറിന് പിന്നിൽ പാർട്ടിയിൽ ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന് നേതൃത്വം സംശയിക്കുന്നുണ്ട്. ഫണ്ട് തിരിമറിയിൽ ആരോപണ വിധേയരായവർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പണം ഉപയോഗിച്ചു എന്നാണ് പ്രചരണം. ഇതിനിടെ സർക്കുലറും പ്രചരിച്ചു. സർക്കുലറിൽ പ്രസിഡന്റിന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നും പ്രഭാരിക്ക് പകരം പ്രട്ടാരി എന്നും തെറ്റായാണ് അച്ചടിച്ചത്. BJP ഓഫീസിന്റെ മുദ്ര പക്ഷേ പതിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ ബാങ്ക് വായ്പ ഒറ്റത്തവണയെ അടച്ചു തീർത്തു, ഒരാൾ മുഴുവൻ പണവും നൽകി വാഹനം വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് പാർട്ടിക്കുള്ളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വിദേശത്താണ്. ഇതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടിയ സർക്കുലർ ഇറങ്ങിയത്. അദ്ദേഹം തിരിച്ചെത്തിയാൽ പരിശോധിക്കും. ഈ സർക്കുലർ സത്യവിരുദ്ധമാണ് എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പത്രക്കുറിപ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് BJPയുടെ സീലും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു സർക്കുലറാണ് ഈ നേതാവിനെ പുറത്താക്കി എന്ന് പറഞ്ഞ് പുറത്തിറക്കിയത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ. അത് ആഭ്യന്തരമായി പാർട്ടിയിലുള്ള ചില പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ പുറത്തേക്ക് ആളുകളിലേക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കും വിധത്തിലാണ് രൂപപ്പെട്ടത്. കാരണം അങ്ങനെ ഒരു സർക്കുലർ പുറത്തിറക്കാൻ എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് കഴിയുക എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. അത്തരത്തിൽ സീലടക്കം ഉപയോഗിച്ച് രാജീവ് ചന്ദ്രശേഖർ നാട്ടിലില്ലാതെ വിദേശത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇമാതിരി ജോലിയാണ് ആൾ ചെയ്തത്. അതാരാണെന്ന് നമുക്കറിയില്ല. അത്തരത്തിലുള്ള ആഭ്യന്തരമായ ഗ്രൂപ്പ് വൈരമോ അല്ലെങ്കിൽ തർക്കമോ നേരത്തെയും BJPയിൽ പല രീതിയിൽ പുറത്തു വന്നിരുന്നു. അങ്ങനെയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണോ ഇത് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഇങ്ങനെ പാർട്ടി BJP ഭരണത്തിൽ പോലും ഇല്ലാതെ 3 MLA ഇപ്പോഴാണല്ലോ കിട്ടിയത്. അതിന് മുമ്പുള്ള ക്രമക്കേട് ആരോപണമാണല്ലോ ഇത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്ന് കോടികളുടെ കരാറുകളൊക്കെ ഉത്തരേന്ത്യയിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇവിടുത്തെ പാർട്ടിയുടെ പ്രചരണം ഏറ്റെടുത്ത് നടപ്പാക്കുന്ന വിധത്തിൽ പണസമ്പാദനത്തിനുള്ള ഒരു കേന്ദ്രമായി പാർട്ടിയെ മാറ്റാൻ മാത്രം കെൽപ്പുള്ള ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ പിന്നെ സംസ്ഥാനത്ത് ഭരണമൊക്കെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആരായാലും ആലോചിച്ചു പോവും. എന്തായാലും BJPയെ സങ്കീർണമായ മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഈ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് പോയിരിക്കും. അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റു രീതിയിലുള്ള കേസുകളിലേക്ക് ഉടനെ പോകാൻ പോലീസിനും സാധ്യതയില്ല. ഇത് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക്
വന്ന് ആരോപണം ഉന്നയിച്ചാൽ മാത്രമേ ഒരു കേസിനുള്ള സാധ്യത പോലും ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യം രൂപപ്പെടാതിരിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ ശ്രമം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്ന് ചിലരൊക്കെ പറയുന്നുമുണ്ട്. പാർട്ടിയിൽ അതൃപ്തരായ ആളുകൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുമായി പരസ്യമായി പൊതുമധ്യത്തിലേക്ക് വന്നേക്കാൻ ഇടയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ പുതിയ സങ്കീർണമായ അവസ്ഥയിലേക്ക് BJP എത്തിക്കും എന്നുള്ളതാണ്. നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുമധ്യത്തിൽ പൊതുവിഷയങ്ങളിൽ നിരവധി സമരങ്ങൾക്കും പ്രസ്താവനകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ സാഹചര്യമുണ്ടായിട്ട് പോലും നിലവിൽ 3 MLA-മാർ കയ്യിലുണ്ടായിട്ട് പോലും ഭരണകൂടത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന മട്ടിലാണ് പൊതു കാര്യങ്ങളെ സമീപിക്കുന്നത് BJP. VD സതീശൻ സർക്കാരിൻ്റെ കാര്യങ്ങളെ കൂടെ നിരീക്ഷിക്കുന്നത് പോലെയാണ്. മറ്റ് പ്രതിഷേധങ്ങളില്ല, എതിർപ്പുകളില്ല. ഒരു നടപടിയിലും വലിയ വിവാദം ഉണ്ടാകുന്ന നടപടികളിൽ പോലും BJPക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള പ്രതിപക്ഷ പ്രവർത്തനം നടത്താത്തതിലുള്ള എതിർപ്പ് BJPയിൽ ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ചും K. സുരേന്ദ്രൻ പക്ഷമൊക്കെ അതിൻ്റെ എക്സ്ട്രീമിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ കണ്ടിരുന്നത്. അക്കാലത്ത് BJPക്ക് ഉണ്ടായ മുന്നേറ്റവും നമുക്കറിയാലോ, വോട്ടിംഗ് ശതമാനത്തിലൊക്കെ ഉണ്ടായ മുന്നേറ്റം. എന്നാൽ ഇപ്പോൾ അങ്ങനെയില്ല. ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുക, ഇലക്ഷൻ വരുമ്പോഴുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകുക എന്നുള്ള മട്ടിലാണ് പോകുന്നത്. പ്രസ്താവന രാഷ്ട്രീയമാണ് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ BJP നടത്തുന്നത്. അതിൽ CPM-ഉം LDF-ഉം മറ്റു വലിയ അന്തർധാരകളൊക്കെ ആരോപിക്കുന്നുണ്ട്. VD സതീശനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെയുള്ള ഒരു ഗ്രൂപ്പാണ്. ചില ഒന്നാം നിര VD മീഡിയയും അതിനൊപ്പം ചേരുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രചരണങ്ങളും എതിർപ്പുകളും അവരും ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങളെയും BJP നേരിടേണ്ടി വരുന്നുണ്ട്. വരുന്ന ആളുകൾ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.